അങ്ങനെ ആർ എസ് എസിൻ്റെ ഹിറ്റ് ലിസ്റ്റ് പുറത്തു വന്നു. ഹിറ്റ് ലിസ്റ്റ് പൂർണ്ണമായിട്ടല്ല, ഭാഗികമായി പുറത്തു വന്നു. ഹിറ്റ് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യം അറിയില്ല. കോൺഗ്രസ് നേതാക്കൾ എത്ര പേരുണ്ട്, ലീഗുകാർ എത്ര പേരുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാർ എത്ര പേരുണ്ട്, നിഷ്പക്ഷ സ്വതന്ത്ര ബുദ്ധിജീവികൾ എത്ര പേരുണ്ട്, ആർ എസ് എസിനെ സൈദ്ധാന്തികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും ആശയപരമായിട്ടും എതിർക്കുന്ന എത്ര ആളുകളുണ്ട് എന്നറിയില്ല. സി പി എം നേതാക്കൾ ആരൊക്കെ ഉണ്ട് എന്ന് പോലും വ്യക്തതയില്ല. പക്ഷേ ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് എന്നറിയാം. അതിൽ മൂന്നാമത്തെ പേരുകാരൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ ജോൺ ബ്രിട്ടാസാണ്. ബ്രിട്ടാസിനെ നമുക്കറിയാം. അദ്ദേഹം ദീർഘകാലം ദേശാഭിമാനിയുടെ ഡൽഹി ലേഖകനായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ കെ വി തോമസിനുള്ള അത്രയില്ല എങ്കിലും അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ള ആൾ. ഇംഗ്ലീഷ് പറയാനറിയാം. ഡബിൾ എ റഹീമിൻ്റെ പോലെയല്ല, നോട്ട് ഓൺലി ബട്ട് ഓൾസോ മാത്രമല്ല, മിക്കവാറും വാക്കുകളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കുറച്ച് ബൂർഷ്വ മട്ടിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷേ പിണറായി വിജയൻ അദ്ദേഹത്തെ വലിയ താല്പര്യമാണ്, സ്നേഹമാണ്. അങ്ങനെയാണ് പുള്ളി കൈരളി ചാനലിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കുന്ന ജോലിക്ക് നിയുക്തനായത്. ദേശാഭിമാനിയിൽ പേന ഉന്തുകാർ എത്രയോ പേരുണ്ട്. പക്ഷേ ബ്രിട്ടാസിനെ ആയിരുന്നു പിണറായിക്ക് താല്പര്യം. അതുകൊണ്ട് അദ്ദേഹം കൈരളി ചാനലിൻ്റെ മുതലാളിയായിട്ട് മാറി. പിന്നീട് അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ കൊച്ചിയിൽ വലിയ ഫ്ലാറ്റ് വാങ്ങിച്ചു. ആ ഫ്ലാറ്റാണ് സുപ്രീം കോടതി വിധി പ്രകാരം പൊളിക്കപ്പെട്ടത്. അങ്ങനെ വിഹിതമായിട്ടും അവിഹിതമായിട്ടും ഒക്കെ ധാരാളം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് ശത്രുക്കൾ പറയും. നമുക്ക് ഉറപ്പില്ല. പിന്നെ അമേരിക്കൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ സി പി എമ്മിൻ്റെ രഹസ്യങ്ങൾ ചോർത്താനായിട്ട് ഇദ്ദേഹത്തെയാണ് ഉപയോഗിച്ചത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വിക്കിലീക്സിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നതായിട്ട് നമുക്കറിയാം. വി എസ് അച്യുതാനന്ദൻ ജന്മനാ വിഭാഗീയനും ബോറനുമാണ് എന്ന് പുള്ളി പറഞ്ഞായിട്ടാണ് വിക്കിലീക്സ് വാഷിങ്ടണിലേക്ക് റിപ്പോർട്ട് ചെയ്തത്. പെൻറ്റഗൺ ഇപ്പോഴും ആ രേഖ റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ കഴിവ് തെളിയിച്ച പ്രതിഭാശാലിയായ ഒരു മനുഷ്യനാണ് സഖാവ് ജോൺ ബ്രിട്ടാസ്. സ്വാഭാവികമായിട്ട് നാഗ്പൂരിലിരിക്കുന്ന ആർ എസ് എസ് നേതാക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഏതാണ്ട് ചതുർത്ഥിക്ക് ചന്ദ്രനെ കണ്ട പോലെ ആകുന്നതിൽ അത്ഭുതമില്ല. പിന്നെ പുള്ളി പാർലമെൻറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗംഭീരമായ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാചാടോപം ടി എൻ പ്രതാപൻ്റെ പോലെ ചാടി എഴുന്നേക്ക് കൈ ചൂണ്ട് മാത്രമല്ല, ജോൺ ബ്രിട്ടാസ് പറയുമ്പോൾ അതിനൊരു ആധികാരികത സ്വയം വരും. തൊട്ടിപ്പുറത്ത് ഡോക്ടർ ശിവദാസൻ ഇരിപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്ത് സന്തോഷ് കുമാർ ഇരിപ്പുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പോലൊരാളല്ല ഇദ്ദേഹം. സഖാവ് ജോൺ ബ്രിട്ടാസിൻ്റെ പാർലമെൻറ്റ് പ്രഭാഷണങ്ങൾ വൈകാതെ തന്നെ ഒരു പുസ്തക രൂപത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. ഈ പാറ്റ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതം ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് സഖാവ് റഹീമിൻ്റെ കൈ പിടിച്ച് മുണ്ടും മടക്കി കുത്തി ആ ജന്തർ മന്ദറിലേക്ക് തല ഉയർത്തി പിടിച്ച് പോയ ബ്രിട്ടാസിൻ്റെ ചിത്രം ഈ നാട്ടിലെ ഓരോ സഖാവിൻ്റെയും ഹൃദയത്തിലുണ്ട്. അങ്ങനെ പാറ്റ സമരത്തിന് ബൗദ്ധികവും പ്രത്യയശാസ്ത്രപരമായ ഒരു ഉൾക്കാഴ്ചയോടുകൂടി നേതൃത്വം കൊടുത്ത സഖാവ് സ്വാഭാവികമായിട്ടും ബി ജെ പിക്കാരുടെയും ആർ എസ് എസ്സുകാരുടെയും വിശ്വ ഹിന്ദു പരിഷത്തുകാരുടെയും ബജരംഗ് ദളുകാരുടെയൊക്കെ കണ്ണിലെ കരടായിട്ടല്ല, കണ്ണിലെ കോലായിട്ട്, കണ്ണിലെ തടിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ യാതൊരു അത്ഭുതമില്ല. അപ്പോൾ സഖാവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആർ എസ് എസിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമത്താണ്. പിന്നെ നമുക്ക് അത്ഭുതം അതില്ല, ഒന്നാമത്തെയും രണ്ടാമത്തെയും ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ആൾ ബ്രിട്ടാസാണ്. എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ ആൾ തന്നെ ബ്രിട്ടാസായിരിക്കും. കാരണം ബ്രിട്ടാസിനോടുള്ള അത്രയും എതിർപ്പ്, അത്രയും വിരോധം, അത്രയും വൈരാഗ്യം ഒരു ആർ എസ് എസ്സുകാരനും ഒരു ബി ജെ പിക്കാരനും ഒരു ബജരംഗ് ദളുകാരനും ഒരിക്കലും മറ്റൊരാളുണ്ടാകാൻ സാധ്യമില്ല. കാരണം ബ്രിട്ടാസാണല്ലോ ഇവരെ നിതരാം എതിർത്തുകൊണ്ടിരിക്കുന്നത്, നിതരാം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. 8-നും 9-നും അവരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പകൽ എതിർക്കുന്ന ആളാണ്. കാര്യം പറയുമ്പോൾ ആളുകൾ പറയും, എന്താണ് കെ ജി മാരാരുടെ ആത്മകഥ ശ്രീധരൻ പിള്ളയിൽ നിന്ന് സ്വീകരിച്ചത് ഈ ബ്രിട്ടാസായിരുന്നു. അയാൾക്ക് ആർ എസ് എസിനോടോ ബി ജെ പിയോടോ ആത്മാർത്ഥമായ എതിർപ്പൊന്നുമില്ല. ഇയാളുടെ എതിർപ്പൊക്കെ അഭിനയമാണ്, വെറും കോമാളിത്തരമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. പുള്ളി ആത്മാർത്ഥ എതിരൻ തന്നെയാണ്. അതുകൊണ്ട് അവർ ഇദ്ദേഹത്തിൻ്റെ പേര് ഹിറ്റ് ലിസ്റ്റ് ചേർത്തു. പിന്നെ എന്തുകൊണ്ടാണ് പുള്ളി 3-ാം സ്ഥാനക്കാരനാണെന്ന് പറയുന്നത്? അതാണ് വിനയം, അതാണ് എളിമ, അതാണ് മര്യാദ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പേരുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാൻ പറ്റുന്നില്ലേ? ഒന്നാമത്തെ പേര് സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹമാണല്ലോ പണ്ട് ബ്രണ്ണൻകോളയിൽ ഈ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ആ കഴിവ് തെളിയിച്ച, ധീരത തെളിയിച്ച വ്യക്തി. രണ്ടാമത്തത് ആരുടെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അത് മിക്കവാറും മുഹമ്മദ് റിയാസിൻ്റെ ആവും. കാരണം പിണറായി കഴിഞ്ഞാൽ റിയാസാണ് കേരളം ഭരിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സി പി എമ്മിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്ന മഹാനേതാവ് അത് മുഹമ്മദ് റിയാസാണ്. അപ്പോൾ ഒന്നാമത് പിണറായി, രണ്ടാമത് റിയാസ്, മൂന്നാമത് ബ്രിട്ടാസ്. ഇതാണ് ബ്രിട്ടാസിൻ്റെ കണക്ക്. ബാക്കി കണക്കുകളൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല.
പക്ഷേ സത്യത്തിൽ ഒന്നാമത്തെ പേര് ബ്രിട്ടാസിൻ്റെ തന്നെയാണ്. കാരണം ബ്രിട്ടാസിനോടുള്ള അത്ര എതിർപ്പ് പിണറായി വിജയനോടോ മുഹമ്മദ് റിയാസിനോടോ മറ്റാരോടെങ്കിലുമോ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ഹിറ്റ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ സ്വയം പേരെഴുതി ചേർത്ത സഖാവ് ജോൺ ബ്രിട്ടാസിനെ ഹാർദമായി അഭിനന്ദിക്കുന്നു ഈ നേട്ടത്തിൽ. അദ്ദേഹത്തോടൊപ്പം ഞാനും അഭിമാനിക്കുന്നു. കാരണം ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് പറയാൻ നമുക്കെന്നൊരു അഭിമാനമില്ലേ. അപ്പോൾ സഖാവേ ലാൽ സലാം, ഇതുപോലുള്ള തള്ളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തള്ളുമ്പോൾ കുറച്ച് ഭയത്തിൽ തള്ളണം. ഈ RSSകാർ ഇത്ര പൂങ്ങന്മാരാണ്, മണ്ടന്മാരാണ് നീ എന്നാ പറഞ്ഞാൽ ഈ നാട്ടുകാർ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തള്ളുമ്പോൾ ഭയത്തിൽ തള്ളണം എന്ന് അദ്ദേഹത്തെ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ നേട്ടത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.